Hi everyone, welcome back to the amazing world of BMC English. Friends, in this lesson we are going to learn how to make negative sentences in the future perfect tense. And it denotes that some action will not be completed before a certain time in the future. അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം പരിശീലിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എങ്ങനെ നിഷേധവാക്യങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. ഇവിടെ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പോസിറ്റീവ് വാക്യങ്ങൾ നിർമ്മിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിനകം ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ടുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നാം പോസിറ്റീവ് വാക്യങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ നിഷേധാർത്ഥത്തിൽ പരിശീലിക്കുമ്പോൾ ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിനകം ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കില്ല, ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നത്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കാം. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ നോട്ട് ഹാവ് പ്ലസ് V3 ആണ്. പ്രിയ കൂടെ പറയുന്നു, വിൽ നോട്ട് ഹാവ് പ്ലസ് V3 ആണ് നമ്മളിവിടെ നിഷേധവാക്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, ഇനി ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമുക്ക് വിൽ നോട്ട് ഹാവ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇവിടെ യാതൊരുവിധ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏത് സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാലും വിൽ നോട്ട് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസുകൾ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഐ വിൽ നോട്ട് ഹാവ്, യു വിൽ നോട്ട് ഹാവ്, ദേ വിൽ നോട്ട് ഹാവ്, വി വിൽ നോട്ട് ഹാവ്, ഹി വിൽ നോട്ട് ഹാവ്, ഷീ വിൽ നോട്ട് ഹാവ്, ഇറ്റ് വിൽ നോട്ട് ഹാവ് ആൻഡ് രവി വിൽ നോട്ട് ഹാവ്. പ്ലസ് നിർബന്ധമായും ആഡ് ചെയ്യേണ്ടതാണ് V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി ധാരാളം എക്സാമ്പിൾസിലൂടെ പോകാം. ഓക്കെ, ലെറ്റ് മീ റാപ്പ് ഇറ്റ് ഓഫ്. നമ്മൾ പ്രധാനമായിട്ടും ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നെഗറ്റീവ് വാക്യങ്ങൾ ഉണ്ടാക്കുന്ന ഏത് സന്ദർഭത്തിലാണെന്ന് മനസ്സിലായല്ലോ. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിനകം ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ടുണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിഷേധവാക്യങ്ങൾ നിർമ്മിക്കുന്നത്. ദ ഫസ്റ്റ് എക്സാമ്പിൾ, വി വിൽ നോട്ട് ഹാവ് completed this lesson by next week. നോക്കൂ, ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. വി വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് ദിസ് ലെസൺ ബൈ നെക്സ്റ്റ് വീക്ക് എന്നാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയാം അല്ലേ. ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ടുണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? സബ്ജക്റ്റാണ്. പ്ലസ് വിൽ നോട്ട് ഹാവ് ആണ്, പ്ലസ് V3 ആണ്. പിന്നെ നമ്മളൊരു സ്പെസിഫിക് ടൈമിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡുകൾ നോക്കാം. ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത്, ബൈ ദ ടൈം യു കം ബാക്ക്, ഇങ്ങനെ കീവേഡുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ, ഷീ വിൽ നോട്ട് ഹാവ്, ഷീ വിൽ നോട്ട് ഹാവ്, ഷീ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ്, ഷീ വിൽ നോട്ട് ഹാവ് കംപ്ലീറ്റഡ് her work by tomorrow evening. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ അവളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഒന്നുകൂടെ, സബ്ജക്റ്റ് പ്ലസ് വിൽ നോട്ട് ഹാവ് പ്ലസ് V3 അല്ലേ. ബൈ ടുമാറോ ഈവനിങ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടൈമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദേ വിൽ നോട്ട് ഹാവ്, they will not have submitted, they will not have submitted the report, they will not have submitted the report by the end of this month. ഈ മാസം അവസാനമാകുമ്പോഴേക്കും അവരവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ നോട്ട് ഹാവ് പ്ലസ് V3. ഓക്കെ, സ്പെസിഫിക് ടൈം ഇവിടെ എന്താണ്? ബൈ ദി എൻഡ് ഓഫ് ദിസ് മന്ത് അല്ലേ. കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം ഉത്സാഹത്തോടു കൂടി പരിശീലിച്ചു കൊണ്ടേയിരിക്കുക.
നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ശ്രമം ഉണ്ടാകുമ്പോഴാണ് വലിയൊരു മാറ്റം ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ. We will not have painted our house. We will not have painted our house by next Sunday. അടുത്ത സൺഡേ ആകുമ്പോഴേക്കും ഞങ്ങളുടെ വീട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയുകയാണ്. വിൽ നോട്ട് ഹാവ് ആണ് അല്ലേ? വിൽ നോട്ട് ഹാവ് പ്ലസ് V3. ദ നെക്സ്റ്റ് എക്സാമ്പിൾ. He will not have built a house by next summer. അടുത്ത സമ്മർ ആകുമ്പോഴേക്കും അവനൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ. He will not have completed his course. He will not have completed his course by next March. അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും അവൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന്. ഓക്കെ, ഇങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പ് ഒരു പ്രവൃത്തി പൂർണ്ണമായിട്ടുണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു അല്ലേ? കുറച്ചുകൂടെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. Let me write the next one. The next example. My mother will not have cooked dinner. My mother will not have cooked dinner before 8 p.m. 8 മണിക്ക് മുമ്പായിട്ട് എൻ്റെ അമ്മ ഡിന്നർ പാചകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. They will not have left the place. They will not have left the place before you reach there. നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും അവർ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവിടുന്ന് പോയിട്ടുണ്ടായിരിക്കില്ല എന്ന് സൂചിപ്പിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, I will be back soon with another lesson. Till then, bye.